കാട്ടാക്കടയിൽ കുഞ്ഞിന്റെ മരണം ചികിത്സാ പിഴവെന്ന പരാതി. തിരുവനന്തപുരം കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ഉണ്ടായെന്നാരോപിച്ച് 2.5 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ആര്യനാട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ആര്യനാട് ചക്കിപ്പാറ ഷാനിമ മൻസിൽ ഫാസിലത്തിന്റെ മകൾ 2.5 വയസ്സുള്ള ആയിഷ ഫാത്തിമയാണ് മരിച്ചത്. കഴിഞ്ഞ 18-ന് ഉച്ചയ്ക്ക് 2 മണിയോടെ കുഞ്ഞിന് തളർച്ചയും ശ്വാസതടസ്സവും കൺപോള തടുപ്പും അനുഭവപ്പെട്ടതോടെ ആദ്യം ആര്യനാട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. പിറ്റേന്ന് വീണ്ടും പനിയും തളർച്ചയും ഉണ്ടായതോടെ കാട്ടാക്കട മമൽ ആശുപത്രിയിലും 20-ന് കൺപോള തടുപ്പിന് ശ്രീനേത്ര ആശുപത്രിയിലും ചികിത്സ നടത്തി. ഞായറാഴ്ച രാവിലെ 11 മണിയോടെ വീണ്ടും തളർച്ചയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതോടെ കുഞ്ഞിനെ മമൽ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ ഡോക്ടർ രക്തവും മൂത്രവും പരിശോധനയ്ക്കായി അയച്ചതോടൊപ്പം ഓക്സിജൻ കൊടുക്കുകയും 2 ഇഞ്ചക്ഷൻ നൽകുകയും ചെയ്തു. ഇഞ്ചക്ഷൻ നൽകിയതോടെ കുഞ്ഞിന്റെ ആരോഗ്യനില വഷളായതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. തുടർന്ന് ആശുപത്രിയിലെ 2 ഡോക്ടർമാരും 1 നഴ്സും ബന്ധുക്കളോടൊപ്പം കുഞ്ഞിനെ ആംബുലൻസിൽ നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തിച്ചു. എന്നാൽ ഉച്ചയ്ക്ക് 12:55-ന് കുഞ്ഞ് മരിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. മൃതദേഹം നെയ്യാർ മെഡിസിറ്റി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമായി അറിയാൻ കഴിയും. സംഭവത്തിൽ ചികിത്സാ പിഴവുണ്ടെന്നാരോപിച്ച് കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.